ഹലോ, അതെ, വില്ലേജ് ഓഫീസർ മോഹനേശനാണ്. ന്യൂസ് ചാനലിൽ നിന്നോ? എന്താ കാര്യം? അതെ, കേരളത്തിലെ എല്ലാ വില്ലേജുകളിലും അങ്ങനെ ഭൂമി വിതരണം ചെയ്യുന്നുണ്ട്. കാന്തല്ലൂരിൽ കൊടുക്കുന്നുണ്ട്. നേരിട്ടോ? അതിനെന്താ, ഞാൻ ഇപ്പൊ കളക്ടറേറ്റിലേക്ക് പോവാ. ഉച്ച കഴിഞ്ഞ് ഞാൻ വില്ലേജ് ഓഫീസിൽ കാണും. ശരി, അപ്പൊ അവിടെ വെച്ച് കാണാം. കണ്ടോടി, കേരള ഭൂമിയുടെ ന്യൂസ് ചാനലിനാണ് വിളിച്ചത്. സർക്കാരിന്റെ ഭൂമി വിതരണ പദ്ധതിയെ പറ്റി അവർ ഒരു പ്രോഗ്രാം ചെയ്യുന്നു. അതിന് കാന്തല്ലൂർ വില്ലേജ് ഓഫീസിലെ മോഹനേഷ് സാറിനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഒരു വില്ലേജ് ഓഫീസറുടെ സ്ഥാനം എന്താണെന്ന്? നിന്നെ ഏതെങ്കിലും ഒരു ടെലിവിഷൻ ചാനലിൽ കാണണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഏതെങ്കിലും കൊലക്കേസിലെ പ്രതിക്ക് വേണ്ടി നീ വാദിച്ച് അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോ കോടതിയിൽ നിന്ന് പോലീസുകാർ ഇങ്ങനെ വിലങ്ങ് വെച്ചിട്ട് പോവില്ലേ? അപ്പൊ നിനക്ക് ആ സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കാം. പ്രതിക്ക് വേണ്ടി വാദിച്ച് തോറ്റ് തൊപ്പിയിട്ട പ്രതിഭാഗം വക്കീൽ സത്യഭാമയെന്ന് ടിവിക്കാർ നിന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യും. നീ കുറച്ചും എന്താ പറഞ്ഞത്? പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്ക്, 10 മിനിറ്റ് ആയിട്ടില്ല. ടെലിവിഷൻ ചാനലിൽ ഇങ്ങനെ ക്യൂ നിൽക്കുക എന്നെ കാണാനായിട്ട്. ഇതാണ് ദൈവവിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഗുണം. ഈ ഗുണത്തിന് വേണ്ടിയാണെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കായിരുന്നു നല്ലത്. ഉത്തമം പുറത്തു നിൽപ്പുണ്ട്, പറയാൻ ഒന്നാന്തരം വാർത്തയുമായി. അത് കേട്ട് വില്ലേജ് ഓഫീസർ ഞെട്ടരുത്, ബോധം കെടരുത്. ബോധം കെട്ട കളക്ടറേറ്റിൽ പോകാൻ പറ്റില്ലല്ലോ. കളക്ടർ കാത്തിരിക്കല്ലേ. എന്താ സംഭവം? എന്താ ചെല്ല ഉത്തമ തന്നെ പറയും. നമസ്കാരം സാറേ. പിന്നെ വിവരങ്ങളൊക്കെ വക്കീല് പറഞ്ഞല്ലോ അല്ലേ? ഇല്ല, ഉത്തമം പറയുന്നു പറഞ്ഞു. എന്റെ സാറേ, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്ന പദ്ധതിയിൽ നാട്ടിലുള്ള സകലമാന ആൾക്കാർക്കും വലിച്ചുവാരി ഭൂമി കൊടുത്ത കേസിലെ ആകെപ്പാടെ പ്രശ്നമായിരിക്കുക. എന്ത് പ്രശ്നം? എനിക്കതൊന്നും അറിഞ്ഞൂടാ. ഏതോ TV ചാനലിലെ ഒരു വണ്ടി രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വന്ന് നിന്നതോടെയാണ് സംഭവങ്ങൾ തുടങ്ങുന്നത്. വന്നത് TV ചാനലുകാരായതുകൊണ്ട് അവിടെ അത്രയും ആളങ്ങ് കൂടി. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവരാദ്യം ഒന്നും പറഞ്ഞില്ല. എല്ലാരും ഒരു ചായയും പറഞ്ഞ് അവരതും കുടിച്ചോണ്ട് അവിടെ ഇരുന്നു. ആ സമയത്താണ് ഞാൻ അതുവഴി പാസ് ചെയ്യുന്നത്. വളച്ചു കിട്ടാത്ത കാര്യം പ്രവർത്തമാ മുഴുവൻ കേക്ക് സാറേ. ഞാൻ നൈസായിട്ട് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെണ്ണിനോട് കാര്യം തിരക്കി. അപ്പൊ അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ടോ എന്ന്. ഉണ്ട് എന്ന് ഞാനും പറഞ്ഞു. ഉടനെ അടുത്ത ചോദ്യം, നിങ്ങളുടെ ഈ ഭാഗത്ത് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു കുറച്ചു പേരുണ്ട്, അതിൽ 5-6 പേർക്ക് കഴിഞ്ഞ ദിവസം സർക്കാർ ഭൂമി പതിച്ചു കൊടുത്തതാണ് എന്ന്. ഉടനെ വന്നു അടുത്ത ചോദ്യം, ആർക്കൊക്കെയാണ് ഭൂമി കിട്ടിയത്, കിട്ടിയതിന്റെ രേഖകൾ അവരുടെ കയ്യിലുണ്ടോ എന്ന്. എനിക്ക് ആ നിമിഷം മുതലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയതാണ്. പതുക്കെ ഞാൻ ചായക്കടയിൽ നിന്ന് ഇറങ്ങി അവരുടെ വണ്ടിയുടെ ഡ്രൈവറോട് ചോദിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്ത്? സാറേ, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുകയാണെന്നും പറഞ്ഞു കൊടുത്ത പല ഭൂമിയുടെ രേഖകൾ ശരിയല്ലെന്ന്. ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി അവരറിയാതെ പതിച്ചു കൊടുത്തെന്ന് ഒരു കേസ്. വർഷങ്ങളായി കേസിൽപ്പെട്ട് കിടക്കുന്ന പുറമ്പോക്ക് ഭൂമി ആർക്കൊക്കെയോ കൊടുത്ത് അവരെയും പറ്റിച്ചെന്ന്. ഏറ്റവും വലിയ അക്രമേ, പഞ്ചായത്തിന്റെ ഉടമസ്ഥതയുള്ള പൊതു ശ്മശാനം പോലും ഭൂരഹിതർക്ക് എഴുതി കൊടുത്ത് പറ്റിച്ചു എന്ന്. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. സാറേ, വെറുതെ ചാനലുകാർ വരുമോ? എന്റെ ഊഹം ശരിയാണെങ്കിൽ സാറ് കള്ളത്തിനൊന്നും കാണിച്ചു കാണുമല്ലോ, ഉറപ്പാണ്. പക്ഷേ സാറിന്റെ മോളിലുണ്ടല്ലോ വേറെ ഓഫീസർമാര്, അവരെന്തെങ്കിലും കള്ളത്തനം കാണിച്ചാലും മതി. പക്ഷെ നാണക്കേട് എന്തായാലും സാറിന് തന്നെയാണേ. പക്ഷേ ഞാനും തിരുത്തമാ. ശരി, ഒന്നും ചെയ്തില്ല. ആ ചന്ദ്രൻ കോൺട്രാക്ടറുടെ വസ്തു സർക്കാർ പുറമ്പോക്കാണെന്ന് പറഞ്ഞ് സാറല്ലേ അളന്ന് തിരിച്ചത്. എന്നിട്ട് പാവപ്പെട്ടവന് ഭൂമി കൊടുത്തപ്പോ ആ ഭൂമി അവർക്ക് കൊടുക്കാത്തത് എന്താണ്? എന്റെ സാറേ, ഈ ചന്ദ്രൻ കോൺട്രാക്ടർക്ക് മുകളിൽ നല്ല സ്വാധീനമാണ്. സാറ് കൊടുത്ത ലിസ്റ്റിൽ നിന്നും ആ ഭൂമി വെട്ടി പകരം വേറെ ഏതെങ്കിലും ഭൂമി തിരികെ കാണും. എന്തായാലും പഴി വരുമ്പോ സാറിന്റെ പേരിലായിരിക്കും. ചാനലുകാർ നേരെ വില്ലേജ് ഓഫീസിലോട്ട് പോയിട്ടുണ്ട്. മിക്കവാറും ഉച്ചയ്ക്ക് തന്നെ വാർത്തയിൽ ഈ സംഭവം വരും. ഞാൻ സാറിന് ഒരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. ഞാൻ രാവിലത്തെ പ്രാർത്ഥന കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ വരും. മോഹനേട്ടന്റെ പ്രാർത്ഥന കേട്ട് കേട്ട് ദൈവത്തിനും അടുത്തു കാണും.
ദൈവമാണെങ്കിലും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അവര് എടുത്ത വേണ്ട. എന്താ ഫോൺ എടുക്കാത്തത്? അല്ല, ഈ TV ചാനലുകാരാണെങ്കിലാ. ആണെങ്കിലെന്താ, പ്രാർത്ഥനയുടെ ഫലമല്ലേ, അനുഭവിക്കാലോ. നീ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പറയാം. അയ്യോ, ഞാനങ്ങനെ നുണ പറയാനാണ്? അല്ലെങ്കിൽ തന്നെ ലോകത്തിലുള്ള സകല വക്കീലന്മാരും നുണയന്മാരാണെന്നല്ലേ വില്ലേജ് ഓഫീസർ പറയാറുള്ളത്. ഇനിയും വില്ലേജ് ഓഫീസർക്കും വേണ്ടി കൂടി ഞാൻ നുണ പറയണോ? ഭാമേ, ഒരാവശ്യത്തിന് വേണമെങ്കിൽ ചെറിയ നുണയൊക്കെ പറയാം. എല്ലാവരും നുണ പറയുന്നത് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. മറ്റുള്ളവർ പറയുമ്പോൾ അത് മോശവും, അവരവൻ പറയുമ്പോൾ അത് ന്യായമാകുന്ന എങ്ങനെയാണ്? നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. ഭാമേ, ഞാൻ പറയില്ല മോഹനേട്ടാ. കട്ടാവും ചെയ്യും. ഹലോ, ഇത് മോഹനേഷന്റെ വീടല്ല. നമ്പരും നോക്കി വിളിക്കുന്നത്. അവര് തന്നെ വീട്ടിലേക്ക് വരട്ടെ എന്ന് വരാൻ പറയ്. നല്ല അഭിമാനമുള്ള കാര്യല്ലേ? ഞാനൊക്കെ TV ചാനലിൽ വരണമെങ്കിൽ കൊലക്കേസ് വാദിച്ച് തോക്കണം. ഇതിപ്പോ ഒരു പാടുമില്ലാതെ ഇന്നത്തെ ചാനൽ വാർത്തയിൽ മുഴുവനും മോഹനേട്ടന്റെ പടം വരുമല്ലോ. വീണ്ടും വന്നു. അത് ഉത്തമനൊന്നുമല്ല, വേറെ ആരോ. ആരായാലും ഞാൻ വിടില്ലെന്ന് പറയാം. എനിക്കും വയ്യ. ചാനലുകാരാണെങ്കിൽ മോഹനേട്ടൻ എവിടെയുണ്ടെന്ന് അവർ തപ്പി കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് വാർത്ത വരുമ്പോ ഈ വില്ലേജ് ഓഫീസർ വീട്ടിലല്ല എന്ന് ടിയാന്റെ ഭാര്യ കള്ളം പറഞ്ഞു എന്നും കൂടി വാർത്തയിലുണ്ടാവും. മോഹനേട്ടൻ ചെയ്ത കുഴപ്പത്തിന് ഞാനെന്തിനാ വെറുതെ നാണം കെടുന്നത്? ഭർത്താവിന് ഒരു ആവശ്യം വരുമ്പോ സഹായിക്കാത്ത നീ ഒരു ഭാര്യയാണോടി? ഭർത്താവിന് ദൈവമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പാവം ഭാര്യ? ചെല്ലു. ഈശ്വര.